ബ്ലഡ് കട്ടപിടിക്കാൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രോട്ടീനുകളുടെ അളവ് കുറയുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാം. ഇൻസുലിൻ ചെയ്യുന്നവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവർക്ക് ലൈഫ് ലോങ് ബ്ലീഡിംഗ് ഇല്ലാതെ നോർമൽ ആൾക്കാരെമാരി മുന്നോട്ട് പോകാം. 16.5 വരെ ആണ് അല്ലെങ്കിൽ ആണുങ്ങളിൽ നോർമൽ എന്ന് പറയുക. ഈ 16.5 മേലെ ഹിമോഗ്ലോബിൻ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലാണെന്ന് പറയും. ഇഴഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ മുട്ടുകളിൽ ബ്ലീഡിങ് വന്നിട്ടാണ് അത് കാണാറുള്ളത്. തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്, അങ്ങനെ മാരകമായിട്ടുള്ള ബ്ലീഡിങ് വരാം. ഡോക്ടർ, പിന്നെ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു രോഗാവസ്ഥയാണോ? ഹിമോഫീലിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ പ്ലാസ്മ എന്ന് പറയുന്ന ശരീരത്തിൽ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും പ്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഒരു വസ്തുവാണ് പ്ലാസ്മ. അത് പ്രോട്ടീനുകളുടെ ഒരു കൂട്ടമാണ്. അതിൽ ബ്ലഡ് കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനുകളുണ്ട്. അതിലെ ഈ ബ്ലഡ് കട്ടപിടിക്കാൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രോട്ടീനുകളുടെ അളവ് കുറയുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവാം. അതിൽ ഒരു പ്രോട്ടീൻ്റെ കുറവിനെയാണ് ഹീമോഫീലിയ എന്ന് പറയുക. ഫാക്ടർ 8 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാക്ടർ 9 എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ കുറവ് വരുന്ന അസുഖത്തെയാണ് ഹീമോഫീലിയ എന്ന് പറയുക. ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. അത് ഫാമിലിയിൽ വരുന്ന രോഗമാണ്. ഹീമോഫീലിയ വരുന്ന കുട്ടികളിൽ, സ്ത്രീകളിൽ അത് രോഗം പുറത്ത് കാണില്ല. ആൺകുട്ടികളാണ് അത് പുറത്ത് കാണുക. അപ്പോൾ അവർക്ക് ജനിച്ച് അവർ ഒരു 2 മാസം കഴിഞ്ഞ് ഒരു ഇഴഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ മുട്ടുകളിൽ ബ്ലീഡിങ് വന്നിട്ടാണ് അത് കാണാറുള്ളത്. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്, അങ്ങനെ മാരകമായിട്ടുള്ള ബ്ലീഡിങ് വരാം. അപ്പോൾ അതും നമ്മുടെ നാട്ടിൽ കോമൺ ആണ്. ഈ കേരളത്തിൽ അതുണ്ട്. നമ്മുടെ സർക്കാർ അതിന് പല രീതിയിലുള്ള സൗജന്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ഡ്രഗ്, പണ്ട് തുടക്കം കുറേ കാലമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ കുറവുള്ള ഫാക്ടറിനെ നമ്മൾ അനിമൽസിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിനും അപ്പോൾ അതിന് കുറേ റിയാക്ഷനൊക്കെ വരും. അത് ഫലിക്കാതാവും. ആ ഫാക്ടർ കൊടുത്താലും അളവ് കൂടില്ല, ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എംസിസുമാബ് എന്ന് പറഞ്ഞിട്ട് അതിനും ഒരു പുതിയ അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് വന്നു. വൺസ് ഇൻ എ വീക്ക് ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഡോസിൽ നമ്മൾ ഇൻസുലിൻ ചെയ്യുന്നവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അവർക്ക് ലൈഫ് ലോങ് ബ്ലീഡിങ് ഇല്ലാതെ നോർമൽ ആൾക്കാരെമാരി മുന്നോട്ട് പോകാം. അനീമിയക്കുള്ള ഇപ്പോൾ സിറപ്പുകളൊക്കെ കഴിക്കുന്ന സമയത്ത് പല്ലുകൾ കറുത്തു പോവുക, അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാകുക, ഇതൊക്കെ കൊണ്ട് പേടിച്ചിട്ട് ആൾക്കാർ ഇതൊക്കെ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്, മരുന്നുകൾ കഴിക്കാതെ. അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും? അത് നേരത്തെ ഉള്ള ഫോർമുലയിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ പുതിയ ഫോർമുലേഷനൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഇത് കുറവാണ്. അങ്ങനെ അവർക്ക് എടുക്കാൻ പറ്റാത്തവർക്ക്, ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ഒറ്റ ഇഞ്ചക്ഷനായിട്ട് നമുക്ക് കൊടുക്കാം. അത് കംപ്ലീറ്റ് എത്ര നമുക്ക് വേണ്ടി വരും എന്നുള്ള വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് തന്നെ കൊടുക്കാം. കുറേ പേർക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു. അതല്ലെങ്കിലും നമുക്ക് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് എടുക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഹീമോഗ്ലോബിൻ്റെ Hbയുടെ സാധാരണ ഒരു അളവ് എത്രയാണ് ഡോക്ടർ? അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്, ക്യാൻസർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ആരോഗ്യവാനായ വ്യക്തിക്ക് എത്ര വേണം? നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 13 അല്ലെങ്കിൽ 12 ഗ്രാമിന് മേലെ ഹീമോഗ്ലോബിൻ വേണമെന്ന് പറയും, ആണുങ്ങൾക്കും സ്ത്രീകൾക്കും. 16.5 വരെ ആണ് അല്ലെങ്കിൽ ആണുങ്ങളിൽ നോർമൽ എന്ന് പറയുക. ഈ 16.5 മേലെ ഹീമോഗ്ലോബിൻ കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലാണെന്ന് പറയും. അതും ഒരു അസുഖമാണ്. ഈ ഹീമോഗ്ലോബിൻ കൂടുന്നതും ഒരു അസുഖം നമ്മുടെ നാട്ടിലുള്ള ഒരു അസുഖമാണ്. പോളിസൈത്തീമിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതിൽ ക്യാൻസർ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ക്യാൻസർ അല്ലാത്ത കുറേ ഈ പൊണ്ണത്തടി കാരണം രാത്രി ഓക്സിജൻ്റെ അളവ് കുറയുന്ന സ്ലീപ്പ് അപ്നിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടുതലാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ബോഡിയുടെ റിയാക്ഷനായിട്ട് ബോഡി അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിൻ്റെ അളവ് കൂട്ടും. അതായത് രാത്രി ഓക്സിജൻ കുറയും, അവർ തടി കൂടുതലാണ്, പൊണ്ണത്തടി, വയറ് ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് രാത്രി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കൂർക്കം വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബോഡിക്ക് ഓക്സിജൻ കുറയുമ്പോൾ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. അപ്പോൾ അതും ഹീമോഗ്ലോബിൻ കൂടുതലുണ്ടാക്കുന്ന അസുഖങ്ങളിൽ പെടുന്നതാണ്. അതും ഹാർട്ട് അറ്റാക്ക് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു അസുഖങ്ങളാണ്. അതല്ലാതെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഹീമോഗ്ലോബിൻ കൂടുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ കൂടുന്നതും ഒരു അസുഖമാണ്. ഈ ബ്ലഡ് കൂടുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു ലെവലിന് മേലെ കൂടുമ്പോൾ രക്തത്തിൻ്റെ കട്ടി കൂടിയിട്ട് രക്തം കട്ട പിടിക്കുന്ന പറയുക. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുള്ള ഒരു അസുഖമായിട്ടാണ് പറയുക, യങ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞ ആൾക്കാരിൽ. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി വിളർച്ച കാരണമുള്ള ക്ഷീണം, ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഉറക്കം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കിതപ്പ് വരിക, ഈ അരി ഭക്ഷണങ്ങൾ കഴിക്കാൻ തോന്നുക, മാവുകൾ കഴിക്കാൻ തോന്നുക, തീരെ അലസതയായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ആവില്ല നമ്മൾ അയൺ കുറയുമ്പോൾ. ശരീരത്തിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അയൺ വേണം. അപ്പോൾ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. Hbയൊക്കെ കൂടുതൽ അനാറ് അങ്ങനെയുള്ള
പഴങ്ങളൊക്കെ കഴിച്ചാൽ മതിയോ? ആ, നിങ്ങൾക്ക് ട്രൂ അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ, അതായത് അയൺ കുറവാണ് ശരീരത്തിലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് മാത്രം അയൺ കൂടില്ല. നമുക്ക് അയൺ ടാബ്ലറ്റ്, അയൺ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അത് സാറ് പറഞ്ഞ മാതിരി, ഡോക്ടർ ജഗൻ പറഞ്ഞ മാതിരി ഗുളികയായിട്ട് എടുക്കാം, ഇഞ്ചക്ഷനായിട്ട് എടുക്കാം. ഈ നമുക്കൊരു മിഥ്യാധാരണയുണ്ട്, അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 നേരം അയൺ ടാബ്ലറ്റ് കഴിക്കാം എന്നൊക്കെയാണ് പണ്ടത്തെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ ഇപ്പം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസത്തിൽ 1 നേരം വെറും വയറ്റിൽ അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ 1 നേരം കഴിച്ചാൽ മതി, നമ്മുടെ ആവശ്യത്തിനുള്ള അയൺ ശരീരത്തിൽ കയറിക്കോളും. അപ്പോൾ വയറിന് പ്രശ്നമുള്ള ആൾക്കാരിൽ അതിന് പറ്റിയ രീതിയിലുള്ള അയൺ ടാബ്ലറ്റുകളുണ്ട്. അതും പറ്റില്ലെങ്കിൽ ഡോക്ടർ സാർ പറഞ്ഞ മാതിരി ഇഞ്ചക്ഷനുകളിലൂടെ അയൺ റിപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്ക് എപ്പോഴും പിന്നീട് ഒരിക്കലും ബ്ലഡ് തന്നെത്താനെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല, എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള പേടിയൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതായത് ബ്ലഡ് കിട്ടുന്നവർക്ക് എന്തുകൊണ്ട് ബ്ലഡ് കൊടുക്കുന്നു എന്ന ഒരു റീസൺ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കാണാം, അതിനുവേണ്ടി ബ്ലഡ് കൂടുതൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഫോം ആയിക്കോളും. അല്ലാണ്ട് നമ്മുടെ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന് ആ ട്രീറ്റ്മെൻറ്റ് ഉള്ളവരെ മാത്രമേ ബ്ലഡ് അവർക്ക് വേണ്ടി വരും. അത് കഴിഞ്ഞ് അവർ തന്നെ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്തോളും. അതൊരു തെറ്റിദ്ധാരണയാണ്. ഡോക്ടർ, പിന്നെ പണ്ടൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിട്ട് അത് കാര്യമായി ശ്രദ്ധിക്കാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ബ്ലഡ് കോട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്, രക്തം കട്ട പിടിക്കുക, പിന്നെ അതുമായി ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകൾ. അതെന്തുകൊണ്ട് ഉണ്ടാവുന്നത് പിന്നീട്? ഈ ചില രക്തം കട്ട പിടിക്കാത്ത അസുഖങ്ങളിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാം. സ്പോണ്ടേനിയസ്ലി ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും. അതായത് പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവാം ഹീമോഫീലിയ മാതിരത്തെ അസുഖങ്ങളിൽ. അല്ലെങ്കിൽ യൂഷ്വലി അങ്ങനെ രക്തം നോർമലായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് കാരണം അതവിടെ അതവിടെ തുടർച്ചയായിട്ട് നിൽക്കില്ല. ശരീരം തന്നെ അതിനെ അബ്സോർബ് ചെയ്യും എന്നാണ് പറയുക. എന്തെങ്കിലും ഒരു അസുഖമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു ട്രോമ, ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ച് റിബ്സ് പൊട്ടി, അങ്ങനെയൊക്കെ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. സ്പോണ്ടേനിയസ് ബ്ലീഡിങ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു രക്തം കട്ട പിടിക്കാത്തൊരു അസുഖം ഉണ്ടാവണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് O നെഗറ്റീവ് രക്തം സ്വീകരിക്കാം എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്ന ബ്ലഡിനെ കുറിച്ചിട്ടുള്ള പഠനശാഖ ഒരുപാട് അഡ്വാൻസ് ചെയ്തു എന്നാണ്. ഹെമറ്റോളജിയുടെ ഒരു ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മിഥ്യാധാരണയാണ്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട്, നമ്മുടെ ഗ്രൂപ്പ് നോക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ബ്ലഡ് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അത് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് സിസ്റ്റത്തിൽ എക്സാക്ട്ലി നമ്മൾ ഡൊണേറ്റ് ചെയ്ത് വെച്ച ബ്ലഡിൽ നിന്ന് പേഷ്യൻറ്റിന് കൊടുക്കാൻ ആദ്യം തന്നെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി, ആ ക്രോസ് മാച്ചിൽ ഫിറ്റ് ആവുന്ന ആൾക്കാരെ മാത്രമേ ബ്ലഡ് കയറ്റുള്ളൂ. അപ്പോൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും O നെഗറ്റീവ് ബ്ലഡ് കയറ്റാമെന്ന് പറയുമെങ്കിലും അത് ആ പേഷ്യൻ്റ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ O നെഗറ്റീവ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ ബ്ലഡ് കയറ്റില്ല. ആ O നെഗറ്റീവ് ബ്ലഡിനെ ഈ പേഷ്യൻറ്റിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുന്ന ക്രോസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു ഇത് കഴിഞ്ഞതിനും ശേഷം സേഫ് ആണെങ്കിൽ മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും റാൻഡമായിട്ട് ഗ്രൂപ്പും വെച്ച് മാത്രമല്ല, അതിൻ്റെ പല രീതിയിലുള്ള സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ബ്ലഡ് പേഷ്യൻറ്റിലേക്ക് കയറ്റുക. അതിന് പ്രത്യേകമായിട്ടുള്ള വിഭാഗം തന്നെയുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കയറ്റുന്ന രോഗികളിലൊക്കെ ബ്ലഡ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ക്രോസ് മാച്ച് ചെയ്ത്, അതായത് അവർക്ക് കയറ്റാൻ പറ്റുന്ന കോമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കേസുകളിൽ അവർ ഹെൽപ്പ് ചെയ്യും. ഏത് ബ്ലഡാണ് അവർക്ക് കയറ്റാൻ പറ്റുക എന്നുള്ളത് അവർ കണ്ടുപിടിച്ച് തരും. തലസീമിയ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. എന്താണ് ശരിക്കും തലസീമിയ? അത് കേരളത്തിൽ കുറവാണ്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലോ ബാക്കി സംസ്ഥാനങ്ങളിൽ കാണുന്ന മാതിരി കേരളത്തിൽ അത്ര ഇല്ല, എന്നാലും ഉണ്ട്. തലസീമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നതൊക്കെ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്ന ആ പ്രക്രിയയിൽ ജനറ്റിക് ആയിട്ടുള്ള ഡിഫക്റ്റുകൾ കാരണം ഹീമോഗ്ലോബിൻ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതൊരു ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ ഒരു ഹാഫ് അസുഖമുണ്ടെങ്കിലാണ് കുട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള തലസീമിയ എന്ന് പറയുക. അങ്ങനത്തെ കുട്ടികളിൽ ജനിച്ച് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടാവില്ല. അവർക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരിക്കും. ആ ബ്ലഡ് ഉണ്ടാവാത്തതുകൊണ്ട് അവരെ വളർച്ച കുറയും. അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ ശോഷിച്ച കുട്ടികൾ അങ്ങനെയായിരിക്കും. അപ്പോൾ തലസീമിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ തലസീമിയ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ബ്ലഡ് അവരുടെ ആ ലൈഫ് സൈക്കിള് ജീവൻ നിലനിർത്തണമെങ്കിൽ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കണം. പക്ഷേ അതിനേക്കാളും ഈ തലസീമിയ ക്യൂർ ആക്കാൻ പറ്റുന്നതാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി തലസീമിയ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അത് ഈ റിലേറ്റീവ്സിൽ കല്യാണം കഴിക്കുന്ന ഫാമിലികൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൾച്ചറിലാണ് ഈ തലസീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ കൂടുതലായിട്ട് കാണും. അത് പാരമ്പര്യമായിട്ട് അത് പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. കേരളത്തിൽ അത്ര കോമൺ അല്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ, എറണാകുളം, മട്ടാഞ്ചേരി,
വയനാട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ പറയുന്ന രക്തജന്യ അരിവാൾ രോഗം എന്നൊക്കെ പറയും. സിക്കിൾ സെൽ അനീമിയയുടെ മലയാളത്തിൽ പറയുന്ന പേരാണ് അരിവാൾ രോഗം. അതെല്ലാം അട്ടപ്പാടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖങ്ങൾ കൂടുതലാണ്. ഈ തലസീമിയ വന്ന കുട്ടിക്ക് പിന്നീട് ഒരു യഥാർത്ഥ ഒരു സാധാരണ ജീവിതം നയിക്കാനായിട്ട് പറ്റുമോ ഭാവിയിൽ? അപ്പോൾ തലസീമിയ വന്ന കുട്ടികളിൽ ഏറ്റവും നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അവരുടെ മജ്ജ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലസീമിയ മേജർ എന്ന് പറയുന്ന മെയിൻ തലസീമിയ, അതായത് ഒട്ടും ബ്ലഡ് ഉണ്ടാവാത്ത അവസ്ഥയിലുള്ള തലസീമിയുള്ള കുട്ടിക്ക് ട്രാൻസ്പ്ലാന്റ് എത്ര നേരത്തെ ചെയ്യുന്നോ അത്രയും അവർക്ക് നോർമൽ ലൈഫിലേക്ക് മാറാമെന്നാണ് പറയുക. തലസീമിയ വന്ന കുട്ടികൾ കളക്ടറായിട്ടും ഡോക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും സേഫായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് അതിൻ്റെ ബ്ലഡ് അയൺ ശരീരത്തിൽ കൂടുന്നത് കോംപ്ലിക്കേഷൻ കുറച്ച് വെക്കാനുള്ള മരുന്നുകൾ കഴിച്ച് അത് ഹാർട്ടിനും ലിവറിനൊന്നും ബാധിക്കാതെ അതിൻ്റെ മരുന്നുകൾ ശരിയായ അളവിൽ കഴിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന മജ്ജ മാറ്റി വയ്ക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. ഈ പ്രസവ സമയത്ത് കുട്ടിയുടെ സ്റ്റെം സെല്ലുകൾ സൂക്ഷിച്ചു വെച്ചാൽ ഭാവിയിൽ കുട്ടിക്കോ അമ്മക്കോ ബ്ലഡ് ക്യാൻസർ ഉണ്ടാകുന്നത് തടയാൻ പറ്റും, ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പോൾ കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ പ്ലാസൻ്റയിൽ സ്റ്റെം സെൽസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ആ സമയത്ത് വൾണറബിളായിട്ട് നമ്മുടെ ഫാമിലീനെ മാർക്കറ്റ് ചെയ്തിട്ട് സ്റ്റെം സെൽ സ്റ്റോർ ചെയ്യാൻ പറയുന്നതാണ്. പക്ഷേ ഒരു പ്ലാസൻ്റ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഭ്രൂണത്തിൽ നിന്നുണ്ടാകുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെം സെൽസിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് പോലും ആ കുട്ടിയുടെ വെയിറ്റ് ഒരു 10 കിലോ, അതായത് ഒരു 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പോലും അത് മാത്രം വെച്ച് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. അത് അതേമാതിരത്തെ പല സ്റ്റെം സെൽ കളക്ഷൻ ഒരുമിച്ച് എടുത്തിട്ട് വേണം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും നല്ലത് ഈ സ്റ്റെം സെൽ കോഡ് ബ്ലഡ് ബാങ്ക്സ് ഉണ്ടാവും. കോഡ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ പല കുട്ടികളുടെയും കോഡ് ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ 8-10 കോഡ് ബ്ലഡ് യൂണിറ്റിനെ എടുത്തിട്ട് ഒരാളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മുടെ ഒരു മോൻ്റെ ഒരു സ്റ്റെം സെല്ലോ അല്ലെങ്കിൽ മോളുടെ ഒരു ഭ്രൂണം എടുത്ത് വെച്ചിട്ട് അത് നമുക്ക് എല്ലാ വർഷവും 1 ലക്ഷം രൂപയോളത്തോളം അല്ലെങ്കിൽ ഒരു അത്രയും കോസ്റ്റ്ലി ആയിട്ടൊരു ഇത് പ്രിസർവ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് നമുക്ക് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ വളരെ റയറാണ്. അതൊരിക്കലും ക്ലിനിക്കൽ ഹെമറ്റോളജി എന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഒരു സ്റ്റെം സെൽ ബാങ്കിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത് വേറെ ആർക്കെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഭ്രൂണം എത്ര വർഷത്തേക്ക് അങ്ങനെ നമുക്ക് അത് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് -8 അതിൻ്റേതായ ശീതീകരണ രീതികൾ വെച്ചിട്ട് വർഷങ്ങളോളം അത് സൂക്ഷിക്കാനുള്ള മെത്തേഡുകളുണ്ട്. ഡോക്ടറെ ഒരുപാട് കേട്ടിട്ടുണ്ട് ബ്ലഡ് ക്യാൻസറിൽ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അത് നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കിഡ്നിയൊക്കെ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെയാണോ ഇത്? എല്ലൊക്കെ കീറി അങ്ങനെയാണോ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്? പലർക്കും അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞാൽ അവർ നമ്മൾ ബോണ് മൊത്തം കീറും, ഭയങ്കര ഒരു സർജറി ഒക്കെ ചെയ്യും എന്നാണ്. പക്ഷെ അങ്ങനല്ല സത്യത്തിൽ. ഇത് ജസ്റ്റ് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പോലെയാണ് ഒരു ഡോണർ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു ഡോണർ വേണം, ഒരു റെസിപ്പിയന്റ് വേണം. റെസിപ്പിയന്റ് എന്ന് പറയുമ്പോൾ ബോൺ മാരോ കിട്ടുന്ന ആ പേഷ്യൻ്റ് ആണ്. ഡോണർ ആരായിരിക്കും? അവർക്ക് ബോൺ മാരോ കൊടുക്കുന്നവർ. ഇത് ജസ്റ്റ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെയാണ്, സിമ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പോകുന്നു, അതുപോലെയായിരിക്കും ബോൺ മാരോ കൊടുക്കുക. ബോൺ മാരോയുടെ സെൽസ് പുറത്ത് വരാനായിട്ട് ഒരു 5 ദിവസം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ മാത്രം ചെറിയ ഇഞ്ചക്ഷനാണ്, ഇൻസുലിൻ പോലത്തെ ഇഞ്ചക്ഷനാണ്. അത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിൽ തന്നെ ആ ബോൺ മാരോ സെൽസ് കൂടി വരും. അതിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ നോർമൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ളത്. അത്രയേ ഉള്ളൂ. പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കിട്ടുന്നവർക്കും സർജറി ഒന്നുമില്ല. ആ ബ്ലഡ് എടുക്കുക, നോർമൽ ബ്ലഡ് കൊടുക്കുന്ന പോലെ ആണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് സെൽസും ഇങ്ങനെ കൊടുക്കുന്നത്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊടുക്കുന്നവർക്കും ഒരു ബ്ലഡ് ഡൊണേഷൻ മാത്രമേ ഉള്ളൂ, കിട്ടുന്നവർക്കും ഒരു ബ്ലഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് കഴിഞ്ഞിട്ട് ഉള്ള ആ ന്യൂട്രോപ്പനിക് ഫേസ് എന്ന് പറയും. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിന് പ്രധാനപ്പെട്ടത് കീമോ കൊടുത്തിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ന്യൂട്രോപ്പനിക് ഫേസ് മാത്രം ഇൻഫെക്ഷൻ വരാണ്ട് സൂക്ഷിക്കണം. അത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു പ്രൊസീജിയറാണ്, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ക്യാൻസറിലും ഇത് നമ്മൾ ചെയ്യണോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്? ചില ബ്ലഡ് ക്യാൻസറുകളിൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ട ആവശ്യം പല ക്യാൻസറുകളിലും ഇല്ല. അത് ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ച മാതിരി ഈ ജനിതക വ്യതിയാനം കാരണമാണ് ക്യാൻസർ വന്നത്, പിന്നെ ക്യാൻസർ തിരിച്ച് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ കൺട്രോൾ ആയിട്ടില്ലയോ
അല്ലെങ്കിൽ ഈ ബ്ലഡ് ക്യാൻസർ തിരിച്ച് വന്നാലോ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയുക. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ലിമിറ്റഡ് ഇൻഡിക്കേഷനാണ് ട്രാൻസ്പ്ലാന്റ് ഉള്ളത്. പക്ഷേ ആ ഇൻഡിക്കേഷനിൽ ട്രാൻസ്പ്ലാന്റ് എത്രയും നേരത്തെ ചെയ്യണം എന്നുള്ളതാണ്. അത് ഒരുപാട് വൈകി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കുറയുമെന്നാണ് പറയുക. പിന്നെ ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ തലസീമിയ, ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും, ബോൺ മാരോ ഫെയിലിയർ എന്ന് പറയുന്നത്, അതിലൊക്കെ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ക്യൂറബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റിൽ ഡോക്ടർ ജഗൻ പറഞ്ഞ മാതിരി ആദ്യം ഈ സ്റ്റെം സെൽ കൊടുക്കുന്നത് ബ്ലഡ് ഡൊണേഷന്മാർ തന്നെയാണ്. പക്ഷേ ആ സ്റ്റെം സെല്ലിനെ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻറ്റിന് ആദ്യം കുറച്ചൊരു കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ്റ്, അതായത് കീമോതെറാപ്പി അങ്ങനത്തെ ഡോസ് കീമോയും റേഡിയേഷനൊക്കെ ചെയ്ത് പേഷ്യൻറ്റിനെ റെഡിയാക്കും ഈ സ്റ്റെം സെൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റെം സെല്ല് ബ്ലഡ് വഴി കയറ്റും. പിന്നെ ആ സ്റ്റെം സെല്ലിൽ പോയി ബോൺ മാരോയിൽ പോയിട്ട് ബ്ലഡ് ഉണ്ടാക്കാൻ തുടങ്ങും. അത് ഉണ്ടാക്കാൻ കുറച്ചൊരു 15 ദിവസം വരെ എടുക്കുന്ന പറയാം. ആ സമയത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഹെപ്പ ഫിൽറ്റർ എന്ന് പറയും. അങ്ങനെ അണുബാധ വളരെ കുറയുന്ന, തീരെ അന്തരീക്ഷത്തിൽ അണുബാധ ഇല്ലാത്ത തരം റൂമുകളിൽ വെച്ചിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അങ്ങനെ അതുവരെ വെയിറ്റ് ചെയ്യും. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ കൗണ്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ നമ്മൾ കയറ്റിയ ഡോണറിൻ്റെ സെല്ലുകൾ പോയിട്ട് ബ്ലഡ് ഉണ്ടായി തുടങ്ങും. അത് പതുക്കെ നോർമൽ നമ്മുടെ ബ്ലഡ് ഉണ്ടായി തുടങ്ങും. അപ്പോൾ അങ്ങനെ ബ്ലഡ് ഉണ്ടായി തുടങ്ങുമ്പോൾ ആ സെല്ലുകൾ നമ്മുടെ ബ്ലഡിൻ്റെ സെല്ലുകൾ മാത്രമാണ് മാറുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മുടെ പേഷ്യൻ്റെ ഉള്ളിലുള്ള ഡോണറിൻ്റെ ബ്ലഡ് മാത്രമേ മാറും, ഡോണറിൻ്റെ ബ്ലഡായി മാറും നമ്മൾ. പക്ഷേ ബാക്കി ശരീരം എല്ലാം പേഷ്യൻ്റെ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഡോണറിൻ്റെ സെല്ല് ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളൊക്കെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. അത് തന്നെയാണ് അവർ ഈ വെളുത്ത രക്താണുക്കൾ ക്യാൻസർ ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ സെല്ലുകളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് ക്യാൻസർ വരാതിരിക്കുന്നത്. അതേമാതിരി അത് ശരീരത്തിൽ വേറെ ചില ശരീരത്തിലുള്ള ലിവറിലെയും സ്കിന്നിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതിന് ഒരു ചെറിയ സൈഡ് എഫക്റ്റ് വരാം. അത് തടയാനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യും. ഇത് മജ്ജ കൊടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ശ്രദ്ധിക്കണം? മഞ്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് സാറ് പറഞ്ഞ ഡോക്ടർ ജഗൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് 5 ദിവസം അവർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. 5ാമത്തെ ദിവസം അവരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ അവർ പോവും. അവരെ പിന്നെ ഡിസ്ചാർജ് ചെയ്യും. അവർക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു വേദനയൊക്കെ ആ ഇഞ്ചക്ഷൻ്റെ സമയത്ത് നമ്മൾ സാധാരണ മേല് വേദനയൊക്കെ വരുന്ന മാതിരി ചെറിയൊരു വേദന ഉണ്ടാവുമെന്ന് മാത്രം. ഇതുവരെ മേ ബി ഒരു 2-3 ലക്ഷം ട്രാൻസ്പ്ലാന്റുകൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ടാവും. അതിൽ ഒരു ഡോണർക്കും ഇതേമാരത്തെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഈ ട്രാൻസ്പ്ലാന്റിനായിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഡോണർക്കും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഭയങ്കര മിഥ്യാധാരണയാണ്. ഈ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഫാമിലി. ഇപ്പോൾ ഒരു സഹോദരൻ മാച്ചാണ്, പക്ഷേ സഹോദരൻ്റെ ഭാര്യ സമ്മതിക്കില്ല, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറയണം. അപ്പോൾ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് മാതിരി നമ്മളൊരു അവയവം എടുക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് മാതിരി ലിവറിൻ്റെ ഒരു ഭാഗം എടുക്കുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മളൊരു 300 ml ബ്ലഡ് എങ്ങനെയാണോ നമ്മൾ സാധാരണ ഡൊണേറ്റ് ചെയ്യുക അതേമാതിരി എടുക്കുക മാത്രമേ ഉള്ളൂ. അത് ആ ഡോണറിന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ഫുള്ളായിട്ട് ഉണ്ടായിക്കൊണ്ടാകും. അപ്പോൾ വളരെ സേഫാണ്. പക്ഷേ നമ്മുടെ ഒരു മിഥ്യാധാരണ കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരും എന്നൊക്കെ പേടിച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. ഡോക്ടർ, പിന്നെ ഈ കാർട്ടിസെൽ തെറാപ്പി എന്നതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചതിന് പ്രസിഡന്റിന്റെ അവാർഡൊക്കെ കിട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ കാർട്ടിസെൽ? കാർട്ടിസെൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൻ്റെ വേറൊരു ഓപ്ഷൻ കൂടി പറയാം. ഇത് ഭയങ്കര ജെനറ്റിക്കലി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്നേ പറയാം. സാർ, ഇപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് ക്യാൻസർ വരിക എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ ചെലവ് താങ്ങാൻ പറ്റില്ല. ഈ രക്താർബുദം വന്ന് ഇപ്പം നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചെലവാണത്. അത്രയധികം എക്സ്പെൻസീവ് ആണോ ശരിക്കും? ഇത് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഏത് വെറൈറ്റിയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യണം. എല്ലാ ക്യാൻസറിനും അധികം എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടാബ്ലറ്റ് കൊണ്ട് ശരിയാക്കുന്ന ക്യാൻസറും ഉണ്ട്. ചില ക്യാൻസറൊക്കെ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ചഡായിട്ടും നടക്കാം. പല അക്യൂട്ട് ലിക്കീമിയയിൽ നമുക്ക് ശരിക്കും ട്രാൻസ്പ്ലാന്റ് വരെ എത്താനുണ്ട്. പൊതുവേ നമ്മുടെ കേരളത്തും പൊതുവെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഗവൺമെൻറ് സ്കീംസൊക്കെ കുറേ ഉണ്ട്. അതല്ലാണ്ട് ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. ESI, ECHS അതുപോലെ കുറേ ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ആദ്യം ഡയഗ്നോസ് ചെയ്തിട്ട് അതുവഴി നമുക്ക് കുറേ ട്രാൻസ്പ്ലാന്റും നടത്താം. പിന്നെ ചെറിയ കൊച്ചുകൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. കേരളത്തില് പല ഹോസ്പിറ്റലുകളിലും ഇത്തരം ചികിത്സകളൊന്നുമില്ല. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് ഒരുപാട് ഇങ്ങനെയുള്ള രോഗികൾക്ക് ചെലവ് കുറഞ്ഞൊക്കെ ചികിത്സയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഫെസിലിറ്റി ഉണ്ടോ അവിടെ? അതിൻ്റെ എല്ലാ ഫെസിലിറ്റി നമ്മുടെ അടുത്തും ഉണ്ട്. നമ്മുടെ അടുത്ത് കുറേ പേഷ്യൻസ് ഇങ്ങനെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അവർക്ക് ഗുണമായിട്ട് പോകുന്നവരുണ്ട്. നമ്മുടെ പൊതുവേ നമുക്ക് കുറേ ഗവൺമെൻറ് സ്കീംസും പിന്നെ ചെറിയ പ്രായത്തിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ അമല ഫണ്ടും ഉണ്ട് നമുക്ക്.
ECHS, ESI അതുപോലെ കുറേ സ്കീമിലും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ചിലവ് കുറച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് പേടിച്ചിട്ട് വരാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാർട്ടിസെല്ലൊക്കെ പറഞ്ഞതുപോലെ നൂതന ചികിത്സക്കൊക്കെ ഭയങ്കര ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഡോക്ടർ ജഗൻ പറഞ്ഞ മാതിരി പല സ്കീമുകളിലൂടെ നമുക്ക് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ പറ്റും. ഒരു ക്യാൻസർ രോഗിയെ ചികിത്സിക്കുന്ന ഒരു ഫാമിലിയല്ല, അവരുടെ ഒരു സമൂഹമാണ്. അവരുടെ കൂടെയുള്ള ആൾക്കാരും ഹോസ്പിറ്റലും ഡോക്ടർമാരും എല്ലാവരും കൂടിയിട്ടാണ്. ഫണ്ടുകൾ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ അമലയിലാണെങ്കിൽ അമലയിൽ ലുക്കീമിയ, പീഡിയാട്രിക് കുട്ടികളുടെ ലുക്കീമിയ ഫ്രീ ആയിട്ട് ചികിത്സിക്കാനുള്ള ഒരു ഫണ്ട് അമലയിലുണ്ട്. പിന്നെ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ട്രാൻസ്പ്ലാന്റ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു സ്കീം അമലയിലുണ്ട്. ഏകദേശം ഒരു 22 23 ആളുകളോളം ഇതുവരെ ഫ്രീ ആയിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ ഈ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാർ. അപ്പോൾ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കരുത്. അതിനുള്ള പല വഴികൾ നമുക്ക് മുന്നിൽ തുറന്നു വരും. ഡെഫിനറ്റ്ലി കോസ്റ്റ്ലി, സാധാരണ ആൾക്കാർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതിൻ്റെ നല്ല വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പല ക്യാൻസറുകളിലും നമുക്ക് എക്സ്ട്രാ ഓപ്ഷനുകൾ, ഫണ്ടിങ് ഓപ്ഷനുകൾ നമുക്ക് തുറന്നു വരും. NGOs ഫണ്ട് ചെയ്യും. അങ്ങനെ കുറേ NGOsകളുണ്ട്. ഗവൺമെൻറ് ഫണ്ട്സ് നമുക്ക് എല്ലാ പേഷ്യൻസിനും ഗവൺമെൻറ് ഫണ്ടുകൾ കിട്ടും. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ബ്ലഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു ബാലികേറ മലയല്ല. അത് അമലയമാരത്തെ ഒരു ഹോസ്പിറ്റലുകളിൽ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ക്യാൻസറായിട്ട് വരുന്ന ആൾക്കാർക്ക് കീമോ അല്ലാതെയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല ക്യാൻസറുകളിലും കൺവെൻഷണൽ, അത് പണ്ടത്തെ കീമോതെറാപ്പി, മുടി പോകുന്ന അല്ലെങ്കിൽ ഛർദി വരുന്ന പണ്ടത്തെ കീമോതെറാപ്പി എന്നൊക്കെ മാറി ഇപ്പോൾ എല്ലാം ടാർഗറ്റഡ് മരുന്നുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ക്യാൻസറുകളിലും ടാർഗറ്റഡ് മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ്, റെസ്പോൺസ് വളരെ കൂടുതലാണ്, ഒരുപാട് ആൾക്കാർ ക്യൂറാവും. പല രോഗികളും ഈ പണ്ടത്തെ കീമോതെറാപ്പി കൊടുക്കാൻ പറ്റാത്ത പല പ്രായത്തിലുള്ള രോഗികൾക്ക് നമുക്ക് ഈ പറയുന്ന പുതിയ മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ അഡ്വാൻസുകൾ, ട്രീറ്റ്മെൻറ്റുകൾ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഡോക്ടർ ജഗൻ പറഞ്ഞ മാതിരി കാർട്ടിസെൽ തെറാപ്പി അമേരിക്കയിൽ ചെയ്യുന്നതിൻ്റെ 100-1 ചിലവിലാണ് നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ്. ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ അത് കണ്ടുപിടിച്ചുണ്ടാക്കിയിട്ട് നമ്മളൊക്കെ അമലയൊക്കെ അതിൻ്റെ ഭാഗമാണ്, ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് പല രോഗികളും വിദേശികൾ ഇവിടെ വന്ന് ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. അത്രയും നമ്മുടെ ഹെൽത്ത് കെയർ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും നമ്മൾ വെറുതെ തള്ളിക്കളയരുത്, നിസ്സാരമായി കാണരുത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം നമുക്ക് തന്നെ ഒരു സംശയം തോന്നിയാൽ ഉറപ്പായിട്ടും ശ്രീരാജ് ഡോക്ടറും ജഗൻ ഡോക്ടറൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഒരുപാട് നന്ദി സർ.